അത് ഇപ്പൊ ശരിക്കും നമ്മളങ്ങനെ പറയുമ്പോൾ ഒരു എന്തോ ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടായി അങ്ങനെയല്ല. അല്ല. അങ്ങനെ ലോകത്ത് ഒരിക്കലും ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരു പ്യൂപ്പ ബട്ടർഫ്ലൈ ആയി മാറുമ്പോൾ നമ്മൾ കാണുന്നതാണ് കയറിയ പുഴു പ്യൂപ്പയായിട്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് ബട്ടർഫ്ലൈ ആയി, ഇടയ്ക്കുള്ള ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, അതിനകത്ത് ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടാണ് അത് ബട്ടർഫ്ലൈ ആകുന്നതെന്ന് പറയുന്നത് പോലെ മനസ്സിലാക്കണം. ഇപ്പോൾ തുടർച്ചയോടുള്ള ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ് ലോകത്തിനുള്ളത്. പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. പണ്ടാടുന്ന ആൾക്കാർ വെളിപാട് വരുന്നു എന്ന് പറയും. അങ്ങനെയല്ല. അത് ലൈസൻസ്, മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യത്തോടെ പെരുമാറുന്നതിനുള്ള ലൈസൻസാണ് എനിക്ക് വെളിപാട് വന്നു എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിന് അനുഭവങ്ങളുണ്ട്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അനുഭവവും അതിൻ്റെ മേളിലുള്ള പരിചിന്തനം, അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെ ബോധ്യമാകുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ടാവും, ഇനി തൊട്ട് ഞാനിങ്ങനെ പെരുമാറുകയുള്ളൂ. പക്ഷെ അതിന് മുമ്പ് നടന്നിട്ടുള്ള വലിയ വർക്കുണ്ട്. ആ വർക്ക് കാണാതിരുന്നാൽ നമ്മൾ പെട്ടെന്ന് സംഭവിച്ച പോലെ മാങ്ങയൊക്കെ പഴുക്കുന്ന ഒരു ദിവസം പഴുക്കുകയല്ല, അതിന് മൂക്കണം, വിളയണം എന്ന് നമ്മൾ പറയുന്ന പോലെ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അത് പഴുത്ത് അടരുന്ന നിമിഷമല്ല പഴുത്തത്. ഇതെല്ലാം നമ്മളങ്ങനെ മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്ന്, മരണം പോലും അങ്ങനെയാണ്. സിനിമയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് വീണങ്ങ് മരിക്കുന്ന പോലെ നമ്മൾ കാണുന്നത്. മരിക്കാനായിട്ട് പ്രായമാകുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കണം. ഇപ്പം എൻ്റെ ഈ കൂടെയൊക്കെ വെളുത്തു തുടങ്ങുന്നത് മരണത്തിൻ്റെ വഴിയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ നാളുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് കാരണം മരിക്കുന്നത് മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ പറയാൻ. പക്ഷെ അതുപോലും അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ഉണ്ട്. വണ്ടി ഇടിച്ച് നമ്മൾ മരിക്കുന്നു എന്ന് പറയുമ്പോഴും വണ്ടി ഇടിക്കാൻ പറ്റിയ പരുവത്തിലൊക്കെ റോഡിൽ ഇറങ്ങി നിൽക്കുകയോ അല്ല വണ്ടിക്കകത്ത് കൊണ്ടുപോയി ഇടിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ഇല്ലാതെ അപ്പോഴും മരണമില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രോസസ്സ്, അപ്പോൾ ഞാനിപ്പോൾ എന്നെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ ചില നമ്മൾ ഓർക്കുന്നത് എന്ന് പറയുന്ന തരത്തിലാണ്. ഓർക്കുന്ന ചില ഇൻസിഡൻസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ബ്രേക്ക് ചവിട്ടി പക്ഷേ ബ്രേക്ക് പൊട്ടിയതായിരുന്നു എന്ന് പറയുന്ന പോലുള്ള ഇൻസിഡൻസ് ചേർത്തിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോഴാണ് ഇതുപോലുള്ള ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ